ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടേത് ആത്മഹത്യയെന്ന ഫോറൻസിക് ഫലം. നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുല്യയുടെ കേസാണ്. എനിക്ക് ഉറപ്പാണ് അതുല്യയുടെ കേസ് അങ്ങനെയൊന്നും നിങ്ങൾ മറന്നുപോകില്ല. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണ് വളരെ ടോക്സിക്കായ സൈക്കിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ നമ്മൾ കാണാനിടയായത്. ആ വീഡിയോ കണ്ട സമയം തൊട്ട് എൻ്റെ മനസ്സിൽ പോയത് എങ്ങനെയാണ് എൻ്റെ പൊന്നു ഭഗവാനെ ഈ പെൺകുട്ടി വരെ സഹിച്ചേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു കൺക്ലൂഷൻ എത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോഴാണ് ഷാർജയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ വന്ന ന്യൂസാണ്, എനിക്ക് ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കംപ്ലീറ്റ് ന്യൂസിലോട്ടൊന്ന് പോവാം. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടേത് ആത്മഹത്യയെന്ന ഫോറൻസിക് ഫലം. ഷാർജയിലുള്ള സഹോദരി അഖിലയ്ക്ക് ഫോറൻസിക് ഫലം ലഭിച്ചു. അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നാളെ പൂർത്തിയാകും. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് ചേരുകയാണ്. അരുൺ, അങ്ങനെ ഫോറൻസിക് ഫലം ലഭിച്ചതോടുകൂടി ദുരൂഹത നീങ്ങുന്നുവെന്ന് വിശ്വസിക്കാമല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്? ഇത്ര ദിവസമായിട്ടും അതുല്യൻ്റെ ബോഡി നാട്ടിലെത്തിയിട്ടില്ല. കാരണം അവിടെ നടന്നിട്ടുള്ള ഒരു മരണം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം, ബാക്കി ലീഗൽ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കണം. അതിനുവേണ്ടി എത്രയൊക്കെ സ്പീഡപ്പ് ആക്കുന്നുണ്ടോ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈനലി ഇന്നലെയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ, ഫോറൻസിക് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത നാട്ടിലോട്ട് വരാം. ഇപ്പോൾ ഈ ന്യൂസ് കേട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ ആലോചിച്ചത് അതുല്യൻ്റെ ആ വീട്ടുകാരുടെ അവസ്ഥയാണ്, ആ മോളുടെ അവസ്ഥയാണ്. മോള് ന്യൂസ് ഇതുവരെ അറിഞ്ഞില്ലേ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്ക്, മോള് മരണപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് ആ ബോഡി ഒന്ന് കാണാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അവർ കേസ് നിയമ പോരാട്ടം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രാഥമിക നിഗമനം അനുസരിച്ചിട്ട് ഇതൊരു സൂയിസൈഡ് എന്നൊരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ അല്ല, അവൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്ന് പറഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടോട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഒരു നീതി അതിലേക്ക് കിട്ടണമെന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ കേസ് ഇപ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, എവിടെ എത്തി, എങ്ങനെ എത്തി എന്നുള്ള കാര്യമൊക്കെ. അപ്പം അതൊക്കെയാണ് ഈ കേസിൻ്റെ ഒരു അപ്ഡേറ്റ്. തീർച്ചയായും മാസം 19-നാണ് ഷാർജ റോളയിലുള്ള താമസ സ്ഥലത്ത് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ചയായി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചു വരുന്നത്. അപ്പൊ ഇതൊരു സൂയിസൈഡ് ആണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ടോക്കൊക്കെ പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും തരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ട് ഈ പെൺകുട്ടി അഭിമുഖീകരിച്ചു. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ലീക്കാണ്. ആൻഡ് ഈ പെൺകുട്ടീൻ്റെ കുറേ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ലീക്കാണ്. അപ്പോൾ അവളെ ഇങ്ങനൊരു സാഹചര്യത്തിലോട്ട് എത്തിച്ചതിൻ്റെ പേരിൽ പോലും ഈ പർട്ടിക്കുലർ വ്യക്തിയെ പണിഷ് ചെയ്യാൻ ഇന്നത്തെ ലീഗൽ സിസ്റ്റത്തിന് സാധിക്കില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. വേറെ ഒന്നും എനിക്ക് ചോദിക്കാനില്ല. ഈ പർട്ടിക്കുലർ വ്യക്തിയാണ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യം ഇതാണ്, ഇത്രത്തോളം വീഡിയോസും കാര്യങ്ങളൊക്കെ ലീക്കായി, ഇത്രത്തോളം ഡിസ്കഷൻ വന്ന്, ഇത്രത്തോളം ഡിബേറ്റ് വന്ന്, മീഡിയയിലും എല്ലാത്തിലും വന്ന ഒരു ന്യൂസിന് നേരായിട്ടും ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഏത് ലീഗൽ സിസ്റ്റത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എവിടെയാണ് ഒരാൾക്ക് നീതി കിട്ടുന്നത്? എന്തിനനുസരിച്ചിട്ടാണ് ഈ നിയമ സംവിധാനം വർക്ക് ചെയ്യുന്നത്? ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം. നിങ്ങൾക്കുണ്ടോ ഈ സംശയം? നമ്മൾ പാവങ്ങളാണ്, നമ്മൾ പാവങ്ങളെ സാധാരണ മനുഷ്യപ്പെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിൽ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള താമസമായിരുന്നു ഈ നടപടികൾ ഇത്രയും വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇന്ന് ഉച്ചയോടെയാണ് ഇപ്പോൾ ഒരു ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചത്. അതുല്യയുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ ഭർത്താവ് സതീഷിന്റെ പക്കൽ നിന്ന് അതുല്യയുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് ക്യാൻസൽ ചെയ്ത് കോടതിയിൽ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ ശരിയാക്കേണ്ടതുണ്ട്. ശേഷം എംബാമിംഗ് നടപടികൾക്കായി മൃതദേഹം ഞാൻ ആലോചിക്കുന്നത്, ഒരു കേസിന് നമ്മളുടെ ഈ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഞാൻ കണ്ടതനുസരിച്ച്, സോറി ഗൈസ്, കംഫർട്ടബിൾ ആയിരിക്കട്ടെ, ഞാൻ കണ്ടതനുസരിച്ച് നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം ലേറ്റാണ്, ഒന്നും കൃത്യസമയത്ത് നടക്കൂല. എന്തെങ്കിലും ഒരു നീതി നമുക്ക് വേണമെങ്കിൽ നമ്മളിങ്ങനെ മാസങ്ങളോളം കൊല്ലങ്ങളോളം ഇങ്ങനെ ഇരുന്ന് കാത്തിരിക്കണം, എന്നാൽ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അതാണിപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത്. ഇത്ര ദിവസമാണ് ഒരു പോസ്റ്റ്മോർട്ടം നടത്താൻ, ഇനി ആ ബോഡി ഇവിടെ എത്തണം, ബോഡി എത്തി അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊരു ഡിസ്കഷൻ വന്ന് പിന്നെ ആളെ പിടിച്ച് വെച്ച് എന്നാ ഇതിനൊരു തീരുമാനം ഉണ്ടാവുക? ഇപ്പം നിങ്ങൾ പറയും ഈ കേസ് നടക്കുന്ന ഷാർജയിലാണ്. ഓക്കെ, ബാക്കിയുള്ള കേസുകൾ എന്താ നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ള ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ.
അത് ഞാൻ ആലോചിക്കുന്നു. ഒരു കേസ് ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ നോട്ടത്തിലറിയാം ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ട്. പുള്ളിനെ അതിൻ്റെ പേരിൽ ക്രൈമിൻ്റെ പേരിലില്ലെങ്കിലും ഇങ്ങനത്തെ ആക്ഷൻ കാണിച്ചതിൻ്റെ പേരിൽ ഫിസിക്കൽ അബ്യൂസിൻ്റെയും പിന്നെ ഈ മെൻ്റൽ അബ്യൂസിൻ്റെയും ഈ സൈക്കിക് സ്വഭാവത്തിൻ്റെയും പേരിൽ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ ഈ നിയമ സംവിധാനത്തിന് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്നതാണ് നല്ലത്, വീട്ടിൽ പോയി നിൽക്കുന്നതാണ്, സ്വന്തമായി പഠിച്ച ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഈ നിയമത്തെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ടയും പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകുന്നില്ല. ഈ കല്യാണത്തിൻ്റെ പ്രായം ഒരു പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞ് ഒരു ജോലിയിൽ കയറി അവളൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നതിന് ഒരു റീസൺ ഇതാണ്. ഞാനിപ്പോൾ ഒരു പഠിക്കുന്ന സമയത്താണ് ഞാനൊരു വിവാഹത്തിൽ പോകുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കടന്നാൽ എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവില്ല. ഇന്ന് ഞാൻ പഠിത്തം കഴിഞ്ഞ് കുറച്ച് കാലം ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, എനിക്ക് എന്ന് പറയുന്നൊരു വ്യക്തിക്ക് എൻ്റെ ക്വാളിഫിക്കേഷനിൽ ഒരു ജോലി കിട്ടാൻ വേർത്തുണ്ട്. എനിക്ക് അതിന് മിനിമം ഇത്ര സാലറി എങ്കിലും കിട്ടും. ഈ സാലറി കൊണ്ട് എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്നൊരു ബോധ്യം ഇന്ന് എനിക്കുണ്ട്. ആ ബോധ്യമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ചെറിയ പ്രായത്തിലൊന്നും പെൺകുട്ടികളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കല്ലേ. നിങ്ങൾക്കും അതല്ലേ എളുപ്പം. ഇന്നത്തെ ഈ സ്വർണ്ണത്തിൻ്റെ തീയേറിയ വിലയിലൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കണമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പാട് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, വേഗം ഒന്നും കെട്ടിക്കണ്ട, പഠിക്കട്ടെ, പഠിച്ചൊരു നിലയിലെത്തി ഒരു ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ അവരെ കല്യാണം കഴിപ്പിച്ചു വിടും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ തരത്തിലുള്ള പെൺകുട്ടികളുടെ സൈഡിൽ നിന്നുള്ള പൊട്ട ബുദ്ധികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. നല്ല സുഖമായിട്ട്, നല്ല അടിപൊളിയായിട്ട്, നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയമ സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി ഈ പെൺകുട്ടിക്ക് വേണ്ട പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പെൺകുട്ടി തന്നെ ഇറങ്ങും ആ പെൺകുട്ടീൻ്റെ നീതിക്ക് വേണ്ടി. അതൊന്നുമില്ലാത്ത പക്വത എത്താത്ത ഒരു പ്രായത്തിൽ ഈ പെൺകുട്ടീനെ വിവാഹം കഴിപ്പിച്ച് വിട്ടതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. അതൊക്കെ ഇതിൻ്റെ ഒരു സൈഡാണ്. ഒരു 90% ഞാൻ ആ പാരൻസിനെ മാത്രമേ കുറ്റം പറയൂ, ബാക്കി 10% ഈ സൈക്കോ ഭ്രാന്തന്. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ബോഡി ഇവിടെ എത്തണം. ബാക്കി പ്രൊസീജിയർ അപ്ഡേറ്റ് കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. സോ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ എന്ത് ചെയ്യുക, ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.